നമസ്കാരം. ഇത് പരീക്ഷാകാലമാണ്. പരീക്ഷ അടുത്ത് വരികയാണ്. എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും പരീക്ഷ അടുത്ത് വരുന്ന ഒരു കാലമാണ്. ഇവിടെ രക്ഷിതാക്കൾക്കാണോ കുട്ടികൾക്കാണോ പരീക്ഷയെക്കുറിച്ച് കൂടുതൽ വ്യാധി എന്നൊക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ രക്ഷിതാക്കൾക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രണ്ട് പേരും നന്നായിട്ടൊന്ന് സഹകരിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പരീക്ഷയെ ഫേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. പരീക്ഷ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പരീക്ഷയെ നമ്മളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന, നമ്മളെ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരായിട്ട് പരീക്ഷയെ നമുക്ക് വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് കാണാൻ വേണ്ടി സാധിക്കണം. പരീക്ഷ ഒരു സമ്മർദ്ദമായിട്ട് കാണുന്നതിന് പകരം പരീക്ഷ ഒരു പ്രോസസ്സാണ്, ഒരു പ്രോസസ്സിൻ്റെ അന്ത്യമാണ്. ആ പ്രോസസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, റിസൾട്ടല്ല. നമ്മൾ പല കുട്ടികളും റിസൾട്ടിൽ ഭയങ്കര ഓവറായിട്ട് കോൺഷ്യസ് ആകുമ്പോൾ അവർക്ക് പരീക്ഷ പേടി കൂടുന്നു. പരീക്ഷ പേടി കൂടുമ്പോൾ പഠിച്ചത് കൂടി മറന്നു പോകുന്നു, പനി വരുന്നു, അസുഖം വരുന്നു, ആകെ പ്രശ്നമാകുന്നു, ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ പ്രശ്നമാവുകയാണ്. അങ്ങനെ റിസൾട്ട് മോശമാവുകയും അവർ ആത്മഹത്യയിലേക്ക് പോകുന്ന കണ്ടീഷൻസ് പോലും ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരീക്ഷയെ ഒരു 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 കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രക്രിയയുടെ അവസാനമായിട്ടാണ് കാണേണ്ടത്. പരീക്ഷയുടെ മുന്നേ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരീക്ഷയല്ല. അവിടെ ആ പ്രോസസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. റിസൾട്ടിലേക്ക് നമ്മൾ പ്രോസസ്സ് നന്നായാൽ ഓട്ടോമാറ്റിക്കലി റിസൾട്ട് നന്നായിക്കോളല്ലോ. ആ ഒരു ആശ്വാസത്തിൽ പരീക്ഷയെ നല്ല രീതിയിൽ ഫേസ് ചെയ്യാനും പരീക്ഷയെ നല്ലൊരു ആംഗിൾ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം. പിന്നീട് നമ്മൾ ഗൂഗിളിലൊക്കെ കാണുന്ന വളരെ ഈസിയായ ഒരു കാര്യം ബ്രെയിൻ ഫുഡ്, അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുട്ടികൾ കൂടുതലായിട്ട് ബ്രെയിൻ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് കൂടുതൽ ബ്രെയിൻ ഫുഡ് കഴിച്ചാൽ കുട്ടികളുടെ മൈൻഡ് കുറേ റിലാക്സ്ഡ് ആവും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീട് വ്യായാമം ചെയ്യുക, പല 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 പഠിക്കാനുള്ള എളുപ്പ വഴികളുണ്ട്. SQ3R മെത്തേഡ് ഓഫ് ലേണിംഗ് നല്ലൊരു അടിപൊളി ടെക്നിക്കാണ്. പിന്നെ 80-20 ലോ അടിപൊളി ടെക്നിക്കാണ്. അങ്ങനെ പിന്നെ ഒരുപാട് വിദ്യകളുണ്ട്. അതൊക്കെ പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ നമുക്ക് സാധിക്കണം. സത്യത്തിൽ ഈ പരീക്ഷ എന്ന് പറയുന്നത്, പരീക്ഷ എഴുതുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫിൽ ഒരുപാട് പോരായ്മകൾ ആ പരീക്ഷ തിരുത്തുമെന്നുള്ളതാണ്. അവൻ്റെ പഠനത്തിലുള്ള പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ തിരുത്തും. ശരിക്കും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ് ഒരു പരീക്ഷയിലൂടെ നടക്കുന്നത്. പരീക്ഷ നമ്മുടെ തിരുത്തേണ്ട ചില ഒരുപാട് കാര്യങ്ങൾ തിരുത്തും. നമ്മുടെ ഹാബിറ്റൊക്കെ തിരുത്താൻ വളരെയധികം ഇത് സഹായിക്കും. സോഷ്യൽ മീഡിയ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ തിരുത്താൻ കൂടി അത് സഹായിക്കും. അതുകൊണ്ട് പരീക്ഷയെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്കൊരുമിച്ച് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാം. പരീക്ഷ, എല്ലാ പരീക്ഷയും നിർത്തിയാൽ നാടാകെ പ്രശ്നമാവുകയാണ് ചെയ്യുക. എല്ലാം പ്രശ്നമായിട്ട് നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ അനാർക്കി എന്ന് പറയുന്ന വിദ്യാഭ്യാസ അരാജകത്വത്തിലേക്ക് പോകും പരീക്ഷകൾ ഫുള്ള് നിർത്തിയാൽ. അതുകൊണ്ട് നിർത്താൻ സാധിക്കില്ല. വിദ്യാഭ്യാസത്തിൻ്റെ അറിവ് നേടുന്നതിൻ്റെ പൂർണ്ണമായ ഒരു ഭാഗം തന്നെയായിട്ട് പരീക്ഷയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ പരീക്ഷയെ ടെൻഷൻ ഒഴിവാക്കാനുള്ളൊരു വഴി എന്ന് വെച്ചിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഫുഡിൻ്റെ കാര്യം പറഞ്ഞു, വ്യായാമം ചെയ്യുന്നത് പറഞ്ഞു, നമ്മൾ പിന്നെ ചില ബ്രീത്തിങ് ടെക്നിക്ക് സത്യത്തിൽ വളരെ നല്ല ടെക്നിക്കാണ്. ഒരു ടെക്നിക്ക് ഇവിടെ പഠിപ്പിച്ചു തരാം, 4x4 ബ്രീത്തിങ് ടെക്നിക്ക്. അത് ഇങ്ങനെയാണ്, ഒരു 4 തവണ 4 സെക്കൻഡ് നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുത്തിട്ട് 4 സെക്കൻഡ് എടുത്തിട്ട് 4 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് 4 തവണ പുറത്തോട്ട് വിടുന്നു. ഇതൊരു 4 തവണ ചെയ്താൽ നമ്മുടെ ടെൻഷൻ നന്നായിട്ട് കുറയും, നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. പിന്നീട് യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മാനസികാരോഗ്യത്തിന് നല്ല രീതിയിൽ നിലനിർത്തി പരീക്ഷയെ ഒരു പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് പരീക്ഷ എഴുതാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ സ്നേഹം കൊടുത്ത് കുട്ടികളെ ഒരു കോച്ചിനെ പോലെ, ഒരു കോച്ച് കുട്ടികൾക്ക് പെർഫോമൻസിന് ഇറങ്ങുമ്പോൾ യു ക്യാൻ, നിനക്കത് സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് ചാർജ് ചെയ്യാണ്. അവൻ്റെ കഴിവിൽ വിശ്വസിക്കാൻ അവനെ പഠിപ്പിക്കുകയാണ്. അതാണ് പാരൻസ് ചെയ്യേണ്ടത്. പഴക്ക് പറഞ്ഞ് ഇമോഷണൽ പിന്നെ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്നതിന് പകരം അവൻ്റെ കഴിവിൽ വിശ്വസിക്കുകയും അവന് വേണ്ട പിന്നെ സ്നേഹത്തോടു കൂടിയുള്ള സപ്പോർട്ടുകൾ കൊടുത്ത് അവൻ്റെ ചുംബനം കൊടുത്ത് അവൻ്റെ ബോഡിയെ, അവൻ്റെ മനസ്സിനെയൊക്കെ നിറഞ്ഞ ആത്മവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പാരൻസിന് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും റിസൾട്ട് വരുന്ന കാലത്ത് നല്ല ഒരു റിസൾട്ട് ആഘോഷിക്കാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ വിജയം നേരുന്നു. താങ്ക് യു സോ മച്ച്.